ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സാറ്റർഡേയിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലൻ മീൽ പ്രിപ്പറേഷൻ ഐഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. ബിസി ആയിട്ടുള്ള അമ്മമാർക്ക് ഇപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല, പക്ഷേ നമുക്ക് നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഉന്നക്കയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ ഒരു ഐഡിയയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂള് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ താഴെയുള്ള ജിമ്മിൽ വന്നു കേട്ടോ. അപ്പോൾ മോളും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രെഡ്മില്ലിൽ നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ മുന്നേ നമ്മൾ പുറത്ത് പോയി നടക്കുമായിരുന്നു. ആ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷേ ശരിക്കും നമുക്ക് സ്പീഡിൽ നടക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചു ട്രെഡ്മില്ലിൽ നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ഈസി വാക്ക്, അപ്പോൾ നമ്മൾ ഫിറ്റ്നസ്സിനൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ട്രെഡ്മില്ല് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഓടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു 40 മിനിറ്റ് ജിമ്മിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നത്തെ പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മീൽ പ്രിപ്പറേഷൻ. നമുക്ക് കുറച്ചധികം ടൈം കിട്ടുമ്പോൾ, അതായത് പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള നല്ലൊരു ഹെവി സ്റ്റീൽ ബോട്ടം പാനാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ലാർജ് സ്കെയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പാൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പം നമ്മൾ സാധാരണ ഒരു സവാളയല്ലേ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ സവാളയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ എണ്ണയും അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ചേർക്കണം. എന്നിട്ട് അതിനകത്ത് ആദ്യമേ തന്നെ നമ്മുടെ ഈ സവാള നന്നായി ഒന്ന് സോട്ട് ചെയ്യാൻ ഇടുകയാണ് കേട്ടോ. നമുക്ക് തിരക്കൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമാവും. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് അതൊരു ഗ്രേവി ആക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഗ്രേവി ചേർത്തിട്ട് ഈസി ആയിട്ട് കറികൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം ആ ഒരു കൈൻഡ് ഓഫ് കറികൾ ഞങ്ങളുടെ വീട്ടിൽ കുറവാണ്. അപ്പം ഇപ്പം ചെയ്യുന്ന രീതിയിലും ആണ് കൂടുതലും നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് എടുക്കും കേട്ടോ, കാരണം ഇത്ര അധികം സവാള നമുക്ക് വഴന്ന് കിട്ടണ്ടേ. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ പുട്ട് നനച്ച് വെച്ചു കേട്ടോ. ഞാൻ എന്താ ഇതുപോലെ റാഗി പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് റാഗി ഉണ്ടാക്കാം. കുറേ നാളായി റാഗി വെച്ചിട്ടൊന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ട് എളുപ്പമായി. അതല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് സാധാരണ എടുക്കണേലും കണക്ക് ഒരു 4 ഇരട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരു കണക്കാക്കിയിട്ട് നമ്മൾ ഒരു 4 ഇരട്ടി, നമ്മൾ സാധാരണ ഒരു കറി ഉണ്ടാക്കുന്നതിലും 4 ടൈംസ് നമ്മൾ ഈ സവാളയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് നല്ല പോലെ വഴന്നു വരട്ടെ കേട്ടോ. അതിനുശേഷം ഞാൻ അതിൽ 4 പച്ചമുളക് ചേർക്കുകയാണ്. പിന്നെ നല്ല നാടൻ വേപ്പില ഞാൻ ലാവിഷായിട്ട് ചേർക്കും കേട്ടോ, കാരണം നമുക്കിവിടെ നാടൻ വേപ്പില കിട്ടാനുണ്ട്. പിന്നെ വേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേപ്പില എടുത്ത് കളയാറും കൂടിയില്ല. ഇനി ഇത് നല്ല പോലെ വഴന്നു വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒരു 1-1.5 തക്കാളി വരെ ചേർക്കാം കേട്ടോ. തക്കാളിയുടെ വലിപ്പം അനുസരിച്ച് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. കുറച്ച് പുളി കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 തക്കാളി വരെയൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു 1-1.25 അത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ല പോലെ വഴന്ന് ബ്ലെൻഡായി വരട്ടെ കേട്ടോ. അതിനുശേഷം പൊടികൾ ചേർക്കാം. പൊടികൾ നമ്മളുടെ ഒരു ഇഷ്ടത്തിന്, മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്ന ആളാണെങ്കിൽ നമുക്കതിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി അങ്ങ് കൂട്ടിയെടുത്താൽ മതി. അതുപോലെ മുളക് പൊടി, കാശ്മീരി മുളകാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. അത് നമ്മളുടെ കറികൾ എങ്ങനെയാണോ അതിനനുസരിച്ച്. ചിലർക്ക് മഞ്ഞൾപ്പൊടി കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല റെഡ് കളർ കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതുപോലെ കറി മസാലപ്പൊടി അതും ചേർക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് കുറച്ചൊന്ന് അടി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡിയായി വരുന്നുണ്ട്. ഇതിങ്ങനെ ശരിക്കും ബ്ലെൻഡായി നല്ല പോലെ ഒരു കുഴഞ്ഞ പരുവായിട്ട് കിട്ടണം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മുട്ടക്കറിയോ പൊട്ടറ്റോ കറിയോ അതുപോലെ കടലക്കറി, പിന്നെന്താ പനീർ, മഷ്റൂം കറി, അതല്ലെങ്കിൽ നമുക്ക് ഈ മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ല നമുക്ക് അല്ലാതെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ തേങ്ങാപ്പാൽ ഇല്ലാതെ എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം റെഡിയായി. അപ്പോൾ ഞാനിന്ന് ഈ മിക്സ് തന്നെ ഉപയോഗിച്ചിട്ടാണ് കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ കടലയൊക്കെ റെഡിയായി പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കടലക്കറിയിലോട്ട് ആഡ് ചെയ്യാണ്. നല്ല പോലെ ഇളക്കി കൊടുത്താൽ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് തേങ്ങാപ്പാൽ ഉള്ളതാണ് ഇഷ്ടം, കുറച്ച് പേർക്ക് തേങ്ങാപ്പാൽ ഇല്ലാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തായാലും തേങ്ങാപ്പാൽ ഇല്ലാതെ എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ലപോലെ തിളച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ തേങ്ങാപ്പാലും കൂടി ചേർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ കറി ഉണ്ടാക്കുന്നതിലും മസാലയും കൂടി ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ടൈം കൂടുതൽ എടുത്താലും നമുക്ക് പക്ഷെ പിന്നീട് കറികൾ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് ഫ്രീസറിലാണ് വെക്കുന്നത്. അതിനുശേഷം ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്യണത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണ അത്രയും ഹെൽത്തി അല്ല. പക്ഷേ എന്നാലും നമുക്ക് തിരക്കുള്ള ഒരു അമ്മയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കുറേയും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണ്. നമ്മൾ പെട്ടെന്ന് തട്ടിക്കുട്ടി കോൺഫ്ലേക്സ് ഒക്കെ കൊടുക്കുന്നതിലും നല്ലത് തന്നെയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആവുന്നുണ്ട്. ഇപ്രാവശ്യം നനവൊക്കെ കറക്റ്റായിരുന്നു, പുട്ട് പൊങ്ങിയൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും കുറച്ച് അപ്പമാവ് ബാക്കിയുണ്ടായി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അപ്പവും ചുട്ടെടുത്തു. ഇത് എൻ്റെ പ്ലേറ്റാണ്, റാഗി പുട്ടും പിന്നെ കടലക്കറിയും. നമ്മുടെ മസാല ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഓരോരോ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കി മാറ്റി വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഓരോ കറിയുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അടുത്ത ദിവസം നമുക്കെടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു മസാല റെഡി ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പൊട്ടറ്റോ വേവിച്ചിട്ട് കറിയാക്കി ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും ഒരു 2-3 പ്രാവശ്യത്തിനൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഡയറ്റും ഫിറ്റ്നസ്സും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് കറികളൊക്കെ ഉണ്ടാക്കി എടുക്കണം ചില സമയത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിന് ഞാനൊരു സിമ്പിൾ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. ഈസി ആയിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റി പച്ചമുളകും കീറിയിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അതും കായം മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ ചില്ലി ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പിള്ളേരുടെ ഏറ്റവും ചെറിയ കസിൻ നമ്മുടെ വീട്ടിലൊരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫുഡാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ കുട്ടികളുടെ ഫുഡ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സാധാരണ തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടിയുള്ള ഫുഡാണ് കേട്ടോ കഴിച്ചത്. വൈകുന്നേരം ചായയുടെ ടൈമായി. അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പണി തന്നെയാണല്ലേ. നമ്മൾ പഴമെടുത്ത് അത് കറക്റ്റായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഉള്ളിലുണ്ടാക്കുന്ന ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരമലൈസ് ചെയ്ത തേങ്ങ നല്ലപോലെ വിളയിച്ച് പഞ്ചസാര പാനിയിൽ വിളയിച്ചിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കിസ്മിസ് കാഷ്യൂ അതൊക്കെ ചേർത്ത് അതാണ് അതിൻ്റെ ഫില്ലിങ്. പിന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ സാധാരണ ഉന്നക്ക ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രൊസീജിയർ.
അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോയാൽ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം പുഴുങ്ങി മാഷ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ നമ്മുടെ തേങ്ങ ഉള്ളിലെ മിക്സ്ചറില്ലേ അതും നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് രണ്ടും റെഡിയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇത് നമുക്ക് ചെയ്ത് വെക്കാവുന്ന 2 കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് ചായയുടെ ടൈമിൽ ഉരുട്ടിയെടുത്തിട്ട് ഉന്നക്ക ഉണ്ടാക്കി എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പഴം മാഷ് ചെയ്തത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, പക്ഷേ ഉള്ളിലുള്ള ഫില്ലിംഗ് റെഡിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര അലിയിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ തേങ്ങ സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം ഒന്ന് വറ്റി നല്ല തേങ്ങ ഒന്ന് കുറച്ച് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഫില്ലിംഗ് റെഡിയായത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ സെയിം പാനിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് കാഷ്യൂ പീസസ് നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ ചിലർ ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും ചേർക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് മുട്ട ചേർക്കലില്ല. കിസ്മിസും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് കാഷ്നട്ട് മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി നിങ്ങൾക്ക് ബദാമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞ ബദാം ചെറുതാക്കിയിട്ട് വഴട്ടിയിട്ട് അതും ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും കൂടി ആഡ് ചെയ്ത് ആ നെയ്യിലങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മധുരമുള്ള തേങ്ങ കാഷ്നട്ട് മിക്സ്ചർ ഫില്ലിംഗ് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ അതൊരു ടേസ്റ്റാണ്. ഇത്രയും ആയാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെനി ക്യാൻഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഐസ് ക്യാൻഡി ഷോപ്പ്, നല്ല ക്വാളിറ്റിയുള്ള ഐസ് ക്യാൻഡീസാണ് കേട്ടോ. അപ്പോൾ പല ഫ്ലേവറിൽ പണ്ട് നമുക്ക് ഐസ് ഫ്രൂട്ട് കിട്ടില്ലേ അത് തന്നെ, പക്ഷേ നല്ലൊരു കമ്പനി പ്രോഡക്റ്റാണ്. അപ്പം ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. 5 രൂപ 10 രൂപ 25 രൂപ അങ്ങനെ പല റേറ്റിന് പല വലിപ്പത്തിൽ കിട്ടും കേട്ടോ. പല ഫ്ലേവേഴ്സിൽ സ്ട്രോബെറി, പിന്നെ ഡിലൈറ്റ്, പിന്നെ പല ഫ്രൂട്ട് ഫ്ലേവേഴ്സ്, ഓറഞ്ച്, ചിക്കു, അതുപോലെ സേമിയ, പിന്നെ ചോക്ലേറ്റ്, ഡിലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റൂല കേട്ടോ. ഉന്നക്കയാണെങ്കിലും ഐസ് ക്യാൻഡി ആണെങ്കിലും ഇതൊക്കെ കാണാനേ ഉള്ളൂ. നമ്മളുടെ ഡയറ്റിൽ ഇതൊന്നും അലൗഡ് അല്ല. ടെൻഡർ കോക്കനട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ. അപ്പോൾ എല്ലാവരും 1-2 ഫ്ലേവറൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉന്നക്ക റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാഷ്ഡ് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് ഇനിയിപ്പം ആ ഫില്ലിംഗ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആണെങ്കിൽ ഇത് രണ്ടും എടുത്തങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഫില്ലിംഗ് ഒന്ന് തണുക്കേണ്ട ഒരു ടൈം വേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിതെടുത്ത് ഉരുട്ടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉന്നക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഞാനിത് ഫ്രൈ ആണെങ്കിലും കുറച്ചൊരു ഹെൽത്തി ആയിട്ടാണ് കണക്കാക്കുന്നത്. പഴം പുഴുങ്ങിയെടുക്കുകയാണല്ലോ, പിന്നെ നമ്മളൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ. പിന്നെ ഉള്ളിലെ ഫില്ലിംഗ് ആണെങ്കിലും തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഏലക്കപ്പൊടിയും എല്ലാം നല്ല ഹെൽത്തി ഐറ്റമാണ്. പിള്ളേർക്ക് നല്ല ഫില്ലിങ്ങും ആണല്ലോ. അപ്പോൾ ഇതിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ 3-4 എണ്ണ ഞാൻ റെഡിയാക്കിയുള്ളൂ, ബാക്കി ഫില്ലിംഗ് ഞാൻ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുക്കുകയാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ നല്ല ബ്രൗൺ കളർ കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പാട്ട് വെച്ചതാണ് കേട്ടോ മൊബൈലിൽ. എനിക്കിങ്ങനെ പാട്ടുകളുടെ കവർ സോങ്സ് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉന്നക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉന്നക്ക ഉണ്ടാക്കാൻ കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മളൊരു മൂവിക്ക് പോവുകയാണ്. ഭീമൻ്റെ വഴി എന്ന് പറഞ്ഞ് കുഞ്ചാക്കോ ബോബൻ്റെ ഒരു മൂവിയാണ് കേട്ടോ. അത്യാവശ്യം തെറ്റില്ല, നല്ലൊരു മൂവിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് ശരിക്കും കാണിച്ചു തരും കേട്ടോ. ഒരു വഴിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ കഥയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വഴികൾ ഒരുപാടുണ്ടാവുമല്ലേ, ഒരു കാറ് പോലും കയറാത്ത, ഒരു സ്കൂട്ടർ മാത്രം പോകുന്ന. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു അസുഖം വരുമ്പോൾ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയിൽ ഇരുത്തി കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ശരിക്കും നടന്നു തന്നെ ഇരിക്കും. ഇതൊക്കെയായിരുന്നു സാറ്റർഡേയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.